ഹലോ, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ. ഞാനിന്നിവിടെ ഒരു മാങ്ങ കറി വെക്കാൻ പോവാണേ. ഇത് കണ്ടോ, ഇത് 2 മാങ്ങ തൊലി ചെത്തി ഇതാ കഷ്ണിച്ച് പച്ചമുളകും പൊളന്നിട്ട് വെച്ചിരിക്കുക കേട്ടോ. ഇതിനി വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വേവിക്കണം. ഇതിനരയ്ക്കാനുള്ളത് ഇതാ 1 മുറി തേങ്ങയും ചെറിയ ഉള്ളി ഇല്ല ഇവിടെ എൻ്റെ അടുത്ത്, അതുകൊണ്ട് ഇതാ ഒരു പകുതി സബോള കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2-3 അല്ലി വെളുത്തുള്ളി, ഇത് മഞ്ഞൾപ്പൊടി. ഈ മാങ്ങ അടുപ്പിൽ വെച്ച് വെന്ത് കഴിയുമ്പം ഇത് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് അരച്ചെടുത്ത് ഈ അരപ്പ് ഇതിനകത്ത് ചേർത്തിട്ട് കടുക് തളിക്കണം. അപ്പം ഒരു മാങ്ങാക്കറിയായി, അതായത് ഒരു മോര് കാച്ചിയതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് പെട്ടെന്ന് വെക്കാവുന്ന, വീട്ടിൽ കറി സാധനങ്ങളൊന്നുമില്ലേ, പറമ്പിൽ ഓടിച്ചെല്ലുന്നു, 2 മാങ്ങ പറിച്ചുകൊണ്ട് വരുന്നു, അതരിഞ്ഞ് അടുപ്പിൽ വെക്കുന്നു, ഇച്ചിരി തേങ്ങ അരച്ച് ചേർക്കും, കറി റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പുളിയുള്ള ഒരു മോര് കറി വെച്ച ടേസ്റ്റ് കേട്ടോ. ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കണേ എല്ലാവരും. ഇതേ എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ ഇല്ലയോ അതൊന്നും അറിയില്ല, കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ വഴിയുണ്ട്. ഒരു പുളിയൊക്കെയുള്ള കറി കൂട്ടാൻ ഇഷ്ടമുള്ളവർക്കെല്ലാം ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉണക്കമീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം, വയറ് നിറയോളം ചോറ് കഴിക്കാം. ഒന്ന് വന്ന് നോക്കണം കേട്ടോ. ഓക്കെ, ഇതാ ഞാൻ തേങ്ങ അരച്ച് വെച്ചു കേട്ടോ. തേങ്ങയും ചെറിയ ജീരകം, പിന്നെ ഉള്ളി, ലേശം മഞ്ഞൾപ്പൊടി, ഇത്രയും കൂട്ടി ഇത് അരച്ച് വെച്ചിരിക്കുകയാണ്. ഇതാ മാങ്ങ അടുപ്പായിരുന്നു വേവുന്നുണ്ട്, ശരിക്കും നന്നായിട്ടത് വേവട്ടെ. എന്നിട്ട് നമുക്ക് ഈ അരപ്പ് അതിൽ ചേർക്കണം. എൻ്റെ ഈ പാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം കേട്ടോ. എന്നാലും കുറച്ച് സമയത്തിന് എന്നെ ഒന്ന് സഹിക്കും കേട്ടോ. ഈ ചെറിയ പാചകങ്ങൾ, ഈസി പാചകം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഓരോ കറികളാണ് ഞാൻ ഈ വെച്ചുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഇതുണ്ടോ, അരി അടുപ്പേ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അതിനി കഞ്ഞിയായിട്ട് നമ്മളത് ഊറ്റി ചോറാക്കും അല്ലേ. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, അരി അടുപ്പിട്ട് വേകുമ്പോൾ കഞ്ഞിയാവുന്നു, അത് ഊറ്റി ചോറാക്കും. ഇതുണ്ട്, ഇത് മണ്ണെണ്ണ വിളക്കാട്ടോ. ഈ അടുപ്പിൽ തീ കത്തിക്കാനായിട്ടേ ഈ വിളക്കേൽ ആദ്യം തീ കത്തിക്കും. എന്നിട്ട് ചൂട്ടില്ലേ, ചൂട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, നമ്മൾ തെങ്ങോല, ഉണങ്ങിയ തെങ്ങോല, അത് കത്തിച്ചടുപ്പിൽ വെച്ച് വിറകും വെച്ചാണ് കത്തിക്കുന്നത്. കണ്ടോ, മാങ്ങ അതാ വെന്തു, ശരിക്കും നന്നായിട്ട് വെന്തിരിക്കുക കേട്ടോ. നമുക്കിനി ഈ അരപ്പ് അതിനകത്ത് ചേർക്കാം. ഇതാ ഞാൻ കറിക്ക് അരപ്പ് ചേർത്തു, കറി ചൂടായി, കറിക്ക് എണ്ണ താളിച്ചു. ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാമായിരുന്നു, വെറുതെ ബോറടിപ്പിക്കേണ്ടെന്ന് എഴുതിയ കേട്ടോ. എണ്ണ തളിച്ചതിനകത്ത് എണ്ണ ചൂടായി, കടുകിട്ടു, ഒരു 1/4 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളി അരിഞ്ഞ് ഇട്ടു, കറിവേപ്പില ഇട്ടു. അതായത് കടുക്, ഉലുവ, ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, ഇത്ര ഇട്ടാണ് ഞാൻ എണ്ണ താളിച്ചത് കേട്ടോ. ഈ കറിയെ ഒത്തിരി കൊഴുപ്പിച്ച് വെച്ചുകൂടാ, കുറച്ച് നീട്ടി ഉണ്ടോ, ഒരു മോര് കറി ഉണ്ടോ, വെച്ച് നോക്കണേ കേട്ടോ. ബോറടിച്ചില്ലല്ലോ. ഓക്കേ.